ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ സ്റ്റൂ ആണ്. മട്ടൺ സ്റ്റൂ അപ്പത്തിൻ്റെയും അതുപോലെ ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ മട്ടൺ സ്റ്റൂ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ എല്ലോട് കൂടിയ മട്ടൺ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ മട്ടനാണ്. അതിന് നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവോളയാണ്. 2 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ നല്ല തിന്നായിട്ട് ചോപ്പ് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചി പറയുമ്പോൾ ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 4 ക്ലോസ് ഗാർലിക്ക് കൂടി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒന്ന് ചതച്ചെടുത്തിട്ട്. പിന്നെ ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പെപ്പർ പൗഡറും വരുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗ്രീൻ ചില്ലി എടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് വേണം. ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് കനത്തിൽ. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് 2 പൊട്ടറ്റോ വേണം. 2 പൊട്ടറ്റോ പീൽ ചെയ്ത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതിലേക്ക് അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം, 1 ടീസ്പൂൺ ഗരം മസാല വേണം, പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണം, 1.5 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി വേണം, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വേണം. പിന്നെ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. 1 കപ്പ് 1-ാം പാലും വേണം, 2 കപ്പ് 2-ാം പാലും വേണം. അപ്പോൾ 1 കപ്പ് നല്ല തിക്ക് പാലും 2 കപ്പ് തിൻ പാലും വേണം. പിന്നെ അതുപോലെ ഇനി അതിലേക്ക് നെയ്യ് വേണം, 2 തണ്ട് കറിവേപ്പില വേണം, കാഷ്യൂ നട്ടും റേസിൻസും വേണം. ഇതൊന്നും അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയാണ് അവസാനം. അപ്പോൾ നമുക്കിനി മട്ടൺ സ്റ്റൂ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിങ്ങനെ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മട്ടൺ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൽ പകുതി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൺ വേവിക്കുന്നതിലേക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പകുതി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി അതിലേക്ക് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുടെ ഒരു 1/4 പോർഷനാണ്. അത് ഒരു 1/4 പോർഷൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് പച്ചമുളക് ഒരു 2 എണ്ണം സ്ലിറ്റ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള മട്ടനാണിത്. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കടായി വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ക്രഷ്ഡ് ജിഞ്ചറും ഗാർലിക്കും ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. ഈ സവോള ഒന്ന് വാടി വരാനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവോളയൊന്ന് വാടി അതുപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം. ഇത് 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ്. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക്
വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും അതിൻ്റെ ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചും കൂടി ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി കവർ ചെയ്ത് വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് തിക്കായി വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂണോളം വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം വിനെഗർ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ ഗ്രേവി ഒന്ന് തിക്കാവണ വരെ ഒന്നുകൂടെ കുക്ക് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ആ പൊട്ടറ്റോ ഒന്ന് ഉടച്ച് നോക്കുമ്പോൾ ഉടയനുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാല്, നല്ല തിക്ക് കോക്കനട്ട് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞ് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട. അതൊന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാൻ എടുത്ത് ചൂടാക്കി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കാഷ്യൂ നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ റേസിൻസും ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്റ്റൂവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെയും അതുപോലെ ബ്രെഡിൻ്റെയും പത്തിരിയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരാം.